ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഫിഷ് റെസിപ്പിയാണ്. ഒരുപാട് പേർക്ക് ചിക്കനെക്കാളും ഇഷ്ടം ഫിഷാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു ഫിഷ് റെസിപ്പി ആയിക്കോട്ടെ എന്ന് കരുതി ഞാനിന്നിവിടെ അത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ആ ഡിഷ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്, അത് ഫിഷ് മസാലയാണ്. അപ്പം എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഫിഷ് മസാല തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കാം എങ്ങനെയാണത് എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കി ഒരു ഫിഷ് മസാല തയ്യാറാക്കാം. വീഡിയോ ആദ്യം തന്നെ നമുക്ക് ഫിഷ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മീന് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണ് മാഗ്നേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വൺ ബൈ 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്ക് അതൊന്ന് വരട്ടി വയ്ക്കാം. നമ്മളിപ്പോൾ അത് മസാലയെല്ലാം ഇതിൽ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് ഫിഷ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 വറ്റൽമുളക്, 6-8 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഫിഷ് മസാലയുടെ മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ടൊമാറ്റോ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി ചേർത്ത്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ആ പേസ്റ്റിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുക. പൊടികളെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനാവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാനിവിടെ പാനിൽ ഒഴിക്കുകയാണ്. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരു 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് പറയാൻ വിട്ടുപോയി. നെയ്മീൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. നമുക്കത് മറിച്ചിടാം. ഒരുപാട് സമയമൊന്നും നമ്മൾ വറുത്തെടുക്കേണ്ട കാര്യമില്ല. ഒരു 3 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കത് കോരിയെടുക്കാം. ഫിഷ് മസാല ഉണ്ടാക്കുന്നതിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് വറുത്ത് വെച്ചിരിക്കുന്ന മീന്, പിന്നെ 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിഴിപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് 1/4 കപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലക്കൂട്ട്, കസൂരി മേത്തി, 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക്, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില. ആദ്യം തന്നെ നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഓയിൽ, അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലോട്ടൊന്ന് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് പോലെ
വരുന്നവരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കേണ്ടതാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കാം. ഇനി അതിലോട്ട് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് നടക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നടക്കി കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പിടിപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെള്ളം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ബാക്കി പുളി എങ്ങനെയുണ്ടോ നോക്കിയിട്ട് ചേർത്താൽ മതി. കാരണം നമ്മളിതിൽ ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ പുളി ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇത് വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ ചെറുതായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് എല്ലാം ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നല്ലോണം വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തീ വന്ന് മീഡിയം ഫ്ലെയിമിലായിരിക്കണം, സിമ്മിലായിരിക്കണം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞു. കുറച്ച് സമയം കൂടെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം. നല്ലോണം പിന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തിക്ക് കോക്കനട്ട് മിൽക്ക് അത് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ നേരത്തെ ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഇളക്കരുത്, അതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇളക്കിയ മീനെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൂടെ എപ്പോഴും അതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് നമ്മൾ
മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ തന്നെ നമ്മൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ നോക്കണം. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് സിമ്മിലിട്ട് നമുക്കൊന്ന് വേവിക്കാം. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നമ്മുടെ ഫിഷ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെയാണത്, കഴിക്കാനും നല്ല രുചിയാണ്. നിങ്ങളും അത് തയ്യാറാക്കി നോക്കൂ.